ട്രെൻഡിംഗ് നൗവിലേക്ക് സ്വാഗതം. നോക്കാം പ്രധാന വാർത്തകൾ. ചെങ്ങന്നൂർ വിശാൽ വധക്കേസിൽ എല്ലാ പ്രതികളെയും വെറുതെ വിട്ടു. കൊലപാതകം നടന്ന 13 വർഷങ്ങൾക്ക് ശേഷം വിധി പറഞ്ഞ് മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി. അപ്പീൽ നൽകുമെന്ന പ്രോസിക്യൂഷൻ. 2012 ജൂലൈ 16-നാണ് ABVP പ്രവർത്തകരായ വിശാൽ കുത്തേറ്റു മരിച്ചത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ചോദ്യം ചെയ്യലായി ഡി മണി SITക്ക് മുന്നിൽ. ഹാജരായത് തിരുവനന്തപുരത്തെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ. സിം കാർഡിന്റെ ഉടമ ബാലമുരുകനും ഹാജരായി. സ്വർണ്ണക്കൊള്ളയിൽ നിർണായക മൊഴി പുറത്ത്. എല്ലാ തീരുമാനങ്ങളും പത്മകുമാറിന്റേതെന്ന് വിജയകുമാറിന്റെ മൊഴി. പാലക്കാട് യുവാവിനെ വൈദ്യുത തൂണിൽ കെട്ടിയിട്ട് മർദ്ദിച്ചു. മർദ്ദനത്തിനിടയാക്കിയത് ബൈക്ക് കത്തിച്ചതിലെ വൈരാഗ്യമെന്ന് കണ്ടെത്തൽ. സംഭവത്തിൽ 2 പേർ അറസ്റ്റിൽ. കാസർഗോഡ് വേടന്റെ സംഗീത പരിപാടിയിൽ തിക്കും തിരക്കും. കുട്ടികൾ ഉൾപ്പെടെ നിരവധി പേർക്ക് പരിക്ക്. വീഴ്ചയുണ്ടായിട്ടില്ലെന്ന സംഘാടകർ. പരിപാടി കണ്ട് മടങ്ങിയ 19-കാരൻ ട്രെയിനിടിച്ചു മരിച്ചു. പത്തനംതിട്ടയിൽ കടുവ കിണറ്റിൽ വീണു. വില്ലൂന്നിപ്പാറ മങ്ങാട്ട് സദാശിവന്റെ കിണറ്റിലാണ് കടുവ വീണത്. മയക്കുവെടി വെച്ച് പുറത്തെത്തിക്കാൻ വനം വകുപ്പിന്റെ ശ്രമം. ചെങ്ങന്നൂർ വിശാൽ വധക്കേസിലെ 19 പ്രതികളെയും വെറുതെ വിട്ട് മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി വിധി. ABVP നേതാവായിരുന്ന വിശാലിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികൾ ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകരായിരുന്നു. വിധിക്കെതിരെ മേൽക്കോടതിയെ സമീപിക്കുമെന്ന് പ്രോസിക്യൂഷൻ വ്യക്തമാക്കി. ബിനോയ് കൃഷ്ണൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ബിനോയ്, ഈ വളരെ നിരാശ ജനിപ്പിക്കുന്ന ഒരു വിധിയാണ് വന്നിട്ടുള്ളത്. ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള 20 പ്രതികളെയും വെറുതെ വിട്ടു എന്ന് പറയുമ്പോൾ ഒരു നീതി ലഭിച്ചിട്ടില്ലെന്ന് വേണം പറയാൻ. അവണി, ഇതൊരു രാഷ്ട്രീയ കേസ് എന്ന് തന്നെ പറയണം. വർഷങ്ങൾക്ക് മുമ്പുള്ള കേസാണ്. 13 വർഷം നീണ്ട വിചാരണയ്ക്കൊടുവിലാണ് ഇന്നിപ്പോ മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി വിധി പറഞ്ഞിരിക്കുന്നത്. അതായത് മൊത്തം 20 പേരുണ്ടായിരുന്നു ഈ കേസിലെ പ്രതികൾ. അതിൽ ഒരാൾ പ്രായപൂർത്തിയാകാത്ത ആളാണ്. അയാളുടെ കേസ് നിലവിൽ ജുവനൈൽ കോടതിയിൽ നടക്കുകയാണ്. ബാക്കി 19 പ്രതികളെയാണ് വെറുതെ വിട്ടിരിക്കുന്നത്. ഇവർ ഈ കുറ്റകൃത്യം ചെയ്തതിന്, കൊല നടപ്പാക്കിയതിന് തെളിവില്ല എന്നാണ് കോടതി നിരീക്ഷിച്ചിരിക്കുന്നത്. എല്ലാ പ്രതികളെയും വെറുതെ വിടുന്നു എന്ന ഒറ്റ വരിയിൽ പ്രസ്താവിക്കുക മാത്രമാണ് കോടതി ചെയ്തിട്ടും ഉള്ളത്. ഈ സംഭവം നടക്കുന്നത് 2012-ലാണ്. 2012 ജൂലൈ 16-ന് ABVPയുടെ നേതാവായിരുന്നു ഈ കൊല്ലപ്പെട്ട വിശാൽ. ബിരുദ വിദ്യാർത്ഥികളെ, പുതുതായിട്ട് വരുന്ന ബിരുദ വിദ്യാർത്ഥികളെ കോളേജിൽ സ്വാഗതം ചെയ്യുന്ന പരിപാടിക്കിടെ ഒരു സംഘർഷം ഉണ്ടാവുകയും അതിനുശേഷം ഈ പറഞ്ഞ ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകരായിട്ടുള്ള ആൾക്കാർ അവർ വന്ന് കരുതിക്കൂട്ടി കുത്തി പരിക്കേൽപ്പിച്ച ശേഷം അവര് തിരികെ പോയി. അതിനുശേഷം ചികിത്സയിലായിരുന്ന വിശാല് പിറ്റേ ദിവസമാണ് ആശുപത്രിയിൽ വെച്ചാണ് മരിക്കുന്നത്. ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴി കൊടുത്തിരുന്ന ഒരു മൊഴിയുണ്ട്. പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരാണ് എന്നെ ആക്രമിച്ചത് എന്ന് വിശാല് മൊഴി കൊടുത്തിരുന്നു. ആ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പ്രോസിക്യൂഷൻ കേസ് ഫയൽ ചെയ്യുകയും കോടതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തത്. പക്ഷേ 13 വർഷത്തിന് ശേഷം വിധി വരുമ്പോൾ എല്ലാവരും കുറ്റവിമുക്തരായിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇനിയിപ്പം മേൽക്കോടതിയിൽ ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് അപ്പീൽ പോകും എന്നുകൂടി പ്രോസിക്യൂഷൻ വ്യക്തമാക്കുന്നുണ്ട്. ആദ്യം ലോക്കൽ പോലീസ് അന്വേഷിച്ച് പ്രതികളുടെ അറസ്റ്റൊക്കെ ധാരാളമായി ഒരുപാട് സമയമെടുക്കുന്നു, വൈകിയിരുന്നു എന്നൊക്കെ ഉള്ള ഘട്ടം ഉണ്ടായിരുന്നു. അതിന് പിന്നീട് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചിട്ടാണ് ഈ കേസ് പൂർത്തിയാക്കുക കൂടി ചെയ്തത്. അങ്ങനെ ഒരു പശ്ചാത്തലം കൂടെ ഇതിനുണ്ട്. ആവണി, ഈ കേസിൽ വേണ്ട തെളിവുകൾ ഹാജരാക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണോ പ്രോസിക്യൂഷനും പറയുന്നത്? പ്രോസിക്യൂഷൻ പറയുന്നത് തെളിവുകളെല്ലാം ഹാജരാക്കിയെന്ന് തന്നെയാണ്. പക്ഷേ കോടതിയുടെ വിധി എന്ന് പറയുന്നത് ഈ പ്രതികൾ കുറ്റം ചെയ്തു എന്ന് കോടതിക്ക് ബോധ്യപ്പെടാൻ ആവശ്യമായിട്ടുള്ള തെളിവുകൾ കോടതിയുടെ മുന്നിൽ ഇല്ല എന്നാണ്. ഏതെങ്കിലും കാരണവശാൽ പ്രോസിക്യൂഷൻ ഒരിക്കലും അങ്ങനെ പറയില്ലല്ലോ. പ്രോസിക്യൂഷൻ പറയുന്നത് ആവശ്യമായിട്ടുള്ള എല്ലാ തെളിവുകളും പ്രതികളെ ശിക്ഷിപ്പിക്കാൻ ആവശ്യമായ എല്ലാ തെളിവുകളും ഹാജരാക്കിയിരുന്നു തന്നെയാണ്. പക്ഷെ മനസ്സിലാക്കേണ്ടുന്നത് ഈ കുറ്റകൃത്യം നടപ്പാക്കിയവർ അവരുടെ കുറ്റം തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചിട്ടില്ല. അപ്പോൾ ഇനി മേൽക്കോടതിയിലേക്ക് പോകുമ്പോൾ എന്താണ് സംഭവിക്കുക എന്നുള്ളത് കണ്ടറിയേണ്ടതാണ്. ശരി, ബിനോയ് കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.
ഇപ്പോൾ ABVP സംസ്ഥാന സെക്രട്ടറി ഈശ്വരപ്രസാദ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ഈശ്വരപ്രസാദ്, ഈ വളരെ നിരാശ ജനിപ്പിക്കുന്ന ഒരു വിധി തന്നെയാണ് വന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ മേൽക്കോടതിയെ സമീപിക്കാൻ തന്നെയാണോ നീക്കം? തീർച്ചയായിട്ടും മേൽക്കോടതിയെ സമീപിക്കാൻ തന്നെയാണ് തീരുമാനം. ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊരു വിധിയാണ് നിലവിൽ വന്നിട്ടുള്ളത്. കാരണം മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ടിട്ടുള്ള വിധി. അതിന്റെ പശ്ചാത്തലമൊക്കെ നോക്കുന്ന സമയത്ത് ഈ കേസിന്റെ തുടക്കം മുതൽ തന്നെ പോലീസ് കേസ് അന്വേഷിക്കുന്ന കാര്യത്തിൽ വളരെയധികം ലാഗ് ആക്കുകയും ആദ്യത്തെ 5 മാസമൊക്കെ കേസ് കഴിഞ്ഞ് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായിരുന്നു. അതിനുശേഷം KSUവിന്റെയും SFIയുടെയും പ്രവർത്തകരായിട്ട് അന്ന് അവിടെ ഉണ്ടായിരുന്നവർ ആദ്യം പോലീസിന് കൊടുത്ത മൊഴിയല്ല കോടതിയിൽ വന്നപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അതേപോലെ സെക്യൂരിറ്റി ജീവനക്കാരനും പണം മേടിച്ചുകൊണ്ട് മൊഴി മാറ്റി പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഒട്ടനവധി കേസ് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ സർക്കാരിന്റെയും അതേപോലെ ഇടതുപക്ഷവും വലതുപക്ഷവും ഒന്നിച്ച് ഈ തീവ്രവാദികളെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്തു. കഴിഞ്ഞ 13.5 വർഷക്കാലമായിട്ട് ശക്തമായ പോരാട്ടം ഇതിനു വേണ്ടിയിട്ട് നടത്തിയിട്ടുണ്ട്. ഇനിയും നീതി കിട്ടുന്നത് വരെ നമുക്കറിയാം ഇന്ന് വന്ന വിധി അത് വളരെ വിഷമം തരുന്നതാണ്. അതേപോലെ അംഗീകരിക്കാൻ പറ്റാത്തതാണ്. അതുകൊണ്ട് മേൽക്കോടതിയെ സമീപിച്ചുകൊണ്ട് നീതി ലഭിക്കുന്നതുവരെ മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. സാധിച്ചിരുന്നില്ല, ഇതാണല്ലോ കോടതി പറയുന്നത്. നമുക്കറിയാം ഇപ്പം പരുമല വിഷയത്തിലും ഇതേപോലെയാണ് വിധി വരാനുള്ള സാഹചര്യം ഉണ്ടായത്. ഈ അന്വേഷണത്തിന്റെ സമയത്തും അതേപോലെ ഈ സാക്ഷികളായിട്ടുള്ള ആളുകളും അവർ കൂറുമാറിയ സംഭവങ്ങളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. ഈ തുടക്കം മുതൽ ഇപ്പം ഈ വിശാലിനെ കുത്തിയിട്ടുള്ള പ്രതി, ആ പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാസങ്ങളാണ് എടുത്തത്. അങ്ങനെ ഈ കേസ് തുടക്കം മുതൽ തന്നെ അട്ടിമറിക്കാനുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഇത് വിശാലിന്റെ കാര്യത്തിൽ മാത്രമല്ല, അഭിമന്യുവിന്റെ കാര്യത്തിൽ ഇത് തന്നെയാണ് നടക്കുന്നത്, സിദ്ധാർത്ഥന്റെ കാര്യത്തിൽ ഇത് തന്നെയാണ് നടക്കുന്നത്, പരുമലയിലെ 3 സച്ചിന്റെയും അനുവിന്റെയും സുജിത്തിന്റെയും കിങ്കരനാഗറിന്റെയും ഒക്കെ കേസിൽ ഇത് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അപ്പോ ഇത് ഇടതുപക്ഷ സർക്കാരും വലതുപക്ഷ സർക്കാരും എല്ലാ കാലത്തും ഈ ഇസ്ലാമിക തീവ്രവാദികളെ സംരക്ഷിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് അക്രമം നടത്തിയിട്ടുള്ള ആൾക്കാരെ സംരക്ഷിക്കുന്ന തരത്തിൽ ഇത്തരത്തിലാണ് പോലീസിന്റെ അന്വേഷണം എല്ലാ കാലത്തും നടത്തിയിട്ടുള്ളത്. അത് തന്നെ നമുക്ക് ഇതിലും കാണാൻ വേണ്ടി സാധിക്കും. അതിന്റെ പോരായ്മയൊക്കെ നമുക്ക് ഈ കേസിൽ കാണാൻ വേണ്ടി സാധിക്കും. ഈ ദൃക്സാക്ഷികൾ മൊഴി മാറ്റിയത് കേസിന് തിരിച്ചടിയായിട്ടുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ, അല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ മൊഴി മാറ്റുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ സംശയങ്ങൾ ഉണ്ടാകാമല്ലോ കോടതിക്ക്. ആദ്യം പറഞ്ഞിട്ടുള്ള മൊഴി ക്യാമ്പസ് ഫ്രണ്ടിന് പ്രവർത്തനം ഉണ്ടായിരുന്നു, അതിനെക്കുറിച്ച് അറിയാം, അതിന്റെ തീവ്രവാദ സ്വഭാവം അറിയാമെന്ന് പറഞ്ഞവര് അത് KSU ജില്ലാ കമ്മിറ്റി മെമ്പർ അതേപോലെ SFIയുടെ അന്ന് യൂണിറ്റ് സെക്രട്ടറി ആയിരുന്ന വ്യക്തി അഖിൽ ബാലൻ എന്നാണ് അയാളുടെ പേര്. അവര് 2024 വിചാരണ നടക്കുന്ന സമയത്ത് അതല്ല പറഞ്ഞിട്ടുള്ളത്, മാറ്റിയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോ അതേപോലെ സെക്യൂരിറ്റി ജീവനക്കാരനായിട്ട് ആ കോളേജിന് മുമ്പിൽ സെക്യൂരിറ്റി ആയിട്ടിരുന്ന രാജു എന്ന വ്യക്തി, അയാളും കോടതിക്ക് അകത്ത് പറഞ്ഞിട്ടുള്ളത് പോലീസിന് കൊടുത്ത മൊഴിയല്ല. അപ്പോ ഈ വൈരുദ്ധ്യവും അതേപോലെ തുടക്കം പോലീസിന് കൊടുത്ത മൊഴിയല്ല കോടതിയിൽ വന്ന് പറയുന്നതൊക്കെ കേസിനെ കാര്യമായിട്ട് ബാധിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതേപോലെ നമുക്കറിയാം ഈ കേസിന്റെ മുന്നോട്ട് പോക്കിൽ എല്ലാ കാലത്തും സർക്കാർ പൂർണ്ണമായ അനാസ്ഥയാണ് കാണിച്ചിരുന്നത്. ആ സമയത്ത് സുപ്രീം കോടതി വരെ പോയിട്ടാണ് സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഈ കേസ് നടത്തിക്കൊണ്ടുവന്ന് പോകുന്ന സമയത്ത് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പം നമുക്ക് കൃത്യമായിട്ട് ഇത് കാണാൻ വേണ്ടി സാധിക്കും ഈ കേസ് അട്ടിമറിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ. അത് തന്നെയാണ് ഇങ്ങനൊരു വിധിക്ക് കാരണം എന്നാണ് വിശ്വസിക്കുന്നത്. മേൽക്കോടതിയിൽ പോയി നീതി ദേവത കണ്ണു തുറക്കുന്നത് വരെ, നീതി ഉറപ്പാക്കുന്നത് വരെ ഇതുമായി മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് തന്നെയാണ് തീരുമാനം. ശരി, വളരെയധികം നന്ദി ശ്രീ ഈശ്വരപ്രസാദ് ഈ ഒരു ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. ഇപ്പോൾ BJPയുടെ ആലപ്പുഴ മുൻ ജില്ലാ പ്രസിഡന്റായ അഡ്വക്കേറ്റ് K. സോമൻ നമ്മുടെ ചേരുന്നുണ്ട്. ശ്രീ സോമൻ, ഈ കേസിലെ വിധി എന്ന് പറയുമ്പോൾ ഈ കോടതി പറയുന്നത് വേണ്ട സാക്ഷികൾ അല്ലെങ്കിൽ തെളിവുകൾ ഹാജരാക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ആ ഒരു രീതിയിലാണ് ഇപ്പോൾ ഈ 19 പ്രതികളെയും വെറുതെ വിട്ടുകൊണ്ടുള്ള ഒരു വിധി വന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ പ്രോസിക്യൂഷൻ എന്താണ് ഇതിൽ ചെയ്യാൻ പറ്റുക? പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു എന്ന് ബഹുമാനപ്പെട്ട കോടതി പറയുമ്പോൾ നമുക്ക് കാര്യങ്ങൾ ബോധ്യമാണല്ലോ. പ്രോസിക്യൂഷന് ആവശ്യമായിട്ടുള്ള തെളിവുകൾ കൊടുക്കേണ്ടതും ആ പ്രതികൾക്ക് ആവശ്യമായിട്ടുള്ള ശിക്ഷ വാങ്ങിക്കൊടുക്കേണ്ടതുമായിട്ടുള്ള ചുമതല പോലീസിന്റേതാണ്, പ്രോസിക്യൂഷന്റേതാണ്. പ്രോസിക്യൂഷനെ സഹായിക്കാൻ ആവശ്യമായിട്ടുള്ള തെളിവുകളും രേഖകളും സമാഹരിച്ചു കൊടുക്കുന്ന കാര്യത്തിൽ പോലീസ് പരാജയപ്പെട്ടു എന്ന് പറയാതെ പറയുകയാണ് കോടതി. ഇത് ഈ വിധിയിൽ മാത്രമല്ല, ഈ സംഭവമുണ്ടായ വിശാലിന്റെ സംഭവമുണ്ടായ
സ്ഥലത്തിന് സമീപത്താണ് പരിമലയിലെ 3 വിദ്യാർത്ഥികളെ ഇതേപോലെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയത് SFIക്കാർ. അതിൽ ബഹുമാനപ്പെട്ട പത്തനംതിട്ട സെഷൻസ് കോടതിയുടെ വിധി ഈ സന്ദർഭത്തിൽ ഞാൻ ഓർത്തു പോവുകയാണ്. മക്കൾ നഷ്ടപ്പെട്ട മാതാപിതാക്കളുടെ ദുഃഖത്തിൽ ഈ കോടതി പങ്കുചേരുന്നു, പ്രോസിക്യൂഷന് കുറ്റം തെളിയിക്കാൻ കഴിയാതെ പോയിരിക്കുന്നു എന്ന് പത്തനംതിട്ടയിലെ ബഹുമാനപ്പെട്ട കോടതി പരിമല സംഭവത്തിലെ വിധി പറഞ്ഞത് ഞാൻ ഈ സന്ദർഭത്തിൽ സ്മരിക്കുകയാണ്. അപ്പോ ഇത്തരത്തിൽ നടക്കുന്ന കൊലപാതകങ്ങൾക്കെല്ലാം തന്നെ കൊലപാതകികളെ കൂട്ടുപിടിച്ചുകൊണ്ട് അവരുടെ മതവും രാഷ്ട്രീയവും ഒക്കെ പരിഗണിച്ചുകൊണ്ട് അവരെ രക്ഷപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള പഴുതുകൾ ഒരുത്തി കൊടുക്കുന്നതിനകത്തിൽ പോലീസിന്റേതായിട്ടുള്ള ചില രീതികളുണ്ട്. അത് വെളിപ്പെടുകയാണ് ഈ വിശാലിന്റെ കേസിലെ പ്രതികളെ വെറുതെ വിട്ടതിലൂടെ വ്യക്തമാകുന്നത്. അത് തന്നെയാണ് ഇത് ഗുരുതരമായിട്ടുള്ള സാഹചര്യങ്ങളിലേക്ക് നമ്മുടെ നാടിനെ കൊണ്ടുപോകും എന്നാണ് ഞാനൊക്കെ ഭയപ്പെടുന്നത്. അവിടെയാണ് ഇതിപ്പോൾ എന്തൊക്കെ ഇനിയിപ്പോൾ മേൽക്കോടതിയിലേക്ക് പോകുമ്പോഴാണെങ്കിൽ പോലും ശക്തമായ തെളിവുകൾ ഹാജരാക്കേണ്ടതായില്ലേ? ഈ സാക്ഷികളടക്കം ഒഴിമാറ്റിയ ഒരു സാഹചര്യത്തിൽ അതിന് ഈ കേസിനെ എത്രത്തോളം ബലപ്പെടുത്തും? അല്ല, തീർച്ചയായിട്ടും ഇതിന്റെ നാൾ വഴികൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പ്രതികളെ അറസ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ, തെളിവുകൾ ശേഖരിക്കുന്ന കാര്യത്തിൽ, അത് കൃത്യമായിട്ട് ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പാകെ സമർപ്പിക്കുന്ന കാര്യത്തിൽ എല്ലാം തന്നെ സംഭവിച്ചിട്ടുള്ള അനാസ്ഥയുണ്ട്. ആ അനാസ്ഥയുടെ ബാക്കി പത്രമാണ് ഇവർ രക്ഷപ്പെടുന്നത്. ഇതിന്റെ രാഷ്ട്രീയ പശ്ചാത്തലമുണ്ട്. ഏതായാലും വിശാല് എന്ന് പറയുന്ന ആ പാവപ്പെട്ട വിദ്യാർത്ഥി ഒരു രാഷ്ട്രീയ സംഘർഷത്തിലും പ്രതിയായിരുന്നില്ല, ഒരു രാഷ്ട്രീയ സംഘർഷത്തിലും കക്ഷിയായിരുന്നില്ല. അവിടെ നവാഗതരായിട്ടുള്ള വിദ്യാർത്ഥികളെ സ്വാഗതം ചെയ്യാൻ വേണ്ടിയിട്ട് തന്റേതായിട്ടുള്ള ആശയം പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിൽ പങ്കാളിയാകുമ്പോ വലിയ പകയോടെ വന്ന് കൊലപ്പെടുത്തിയ ആ സാഹചര്യത്തിന് തെളിവുകളില്ലാതെ പോകുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ നമ്മുടെ വിദ്യാലയത്തിലേക്ക് കുട്ടികളെ സുരക്ഷിതമായി അയക്കാൻ സാധിക്കും? ഇതിൽ മതത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും ഒക്കെ സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ട് പോലീസ് പെരുമാറിയിട്ടുണ്ട്, പോലീസ് പ്രവർത്തിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ ഇത് വിവരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ വിശാൽ കൊല്ലപ്പെട്ടിട്ടില്ലെന്ന് പോലും സ്ഥാപിക്കപ്പെടുന്ന ന്യായീകരണ തൊഴിലാളികൾ ഇറങ്ങി പുറപ്പെട്ടേക്കാം. പോലീസ് പരാജയപ്പെട്ടു എന്നതാണ്, പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു എന്ന നിലയിൽ വന്നത്. മേൽക്കോടതിയെ പ്രതീക്ഷയോടെ സമീപിക്കാം. സ്വാഭാവികമായിട്ടും നീതിപീഠത്തിന്റെ ഉന്നത സ്ഥാനങ്ങൾ തേടി പോകുക എന്നുള്ളത് നീതി നിഷേധിക്കപ്പെടുന്നവർക്കുള്ള ഒരു ഒരു അവകാശമാണ്, ഒരു സ്വാതന്ത്ര്യമാണ്. അവിടെ പ്രതീക്ഷയോടെ പോകാം. പോകുമ്പോഴും ഇവിടെ പരാമർശിക്കപ്പെട്ടുള്ള പരിമിതിയുണ്ട് എന്നുള്ളതും ഈ കേസിനെ സംബന്ധിച്ചതും ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ്. അതെ, ഇനിയിപ്പോൾ കൂടുതൽ ശക്തമായൊരു തെളിവുകൾ ഹാജരാക്കി വേണം പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ട് പോകേണ്ടതായുള്ളത്. അതിൽ ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർ കാണിച്ചിട്ടുള്ള അനാസ്ഥയാണ്. അവരുടെ കൈകൾ ബന്ധിക്കപ്പെട്ടിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യമാണ്. അതാണ് ഈ സാഹചര്യത്തിൽ ചർച്ച ചെയ്യേണ്ടത്. അപ്പോ പ്രതികളുമായി ബന്ധപ്പെട്ട് അവരുടെ രാഷ്ട്രീയമുണ്ട്, അവരുടെ മതമുണ്ട്, അവരുടെ ആദർശമുണ്ട്, അവരുടെ ആശയമുണ്ട്. അതിനെ എല്ലാം ആധാരമാക്കിക്കൊണ്ട് രാഷ്ട്രീയ നേട്ടങ്ങൾ കൈവരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവർ അധികാരത്തിലിരിക്കുമ്പോ വേറൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല ഇത്തരം സംഭവങ്ങളിൽ. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പരിമല സംഭവത്തിലാണെങ്കിലും വിശാലിന്റെ സംഭവത്തിലാണെങ്കിലും എല്ലാം തന്നെ നടക്കുന്നത് ഇത് തന്നെയാണ്. വസ്തുതകൾ കാണാതെ പോകുന്നു. അധികാരത്തിന് വേണ്ടിയിട്ട് ഇത്തരം ശക്തികളെ ഉപയോഗിക്കുമ്പോ പോലീസിന് വഴങ്ങി കൊടുക്കേണ്ടി വരും, സർക്കാരുകൾക്ക് നിന്ന് കൊടുക്കേണ്ടി വരും. അപ്പോ മക്കൾ നഷ്ടപ്പെട്ടിട്ടുള്ള മാതാപിതാക്കൾക്ക് നീതി നിഷേധിക്കപ്പെടും എന്നുള്ളതാണ് ഇതിന്റെ യാഥാർത്ഥ്യം. അത് വലിയ ഭീകരമായിട്ടുള്ള ഒരു നീതി നിഷേധമാണ് വിശാലിന്റെ കാര്യത്തിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. കോടതിക്ക് ഇതേ പറയാൻ സാധിക്കത്തുള്ളൂ. വളരെയധികം നന്ദി. ഈ ഒരു ഘട്ടത്തിൽ പ്രതികരിച്ചതിന് ആർ സോമനാണ് പ്രതികരിച്ചത്. എന്തായാലും ഈ വിശാൽ വധക്കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വിധി വന്നിരിക്കുകയാണ്. കേസിലെ 19 പ്രതികളെയും വെറുതെ വിട്ടിട്ടുണ്ട്. കേസിൽ വേണ്ട തെളിവുകൾ ഹാജരാക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് കോടതി ഇപ്പോൾ വിധി പറഞ്ഞിട്ടുള്ളത്. എന്തായാലും മേൽക്കോടതിയെ സമീപിക്കുമെന്നുള്ളൊരു നീക്കത്തിൽ തന്നെയാണ് ഇപ്പോൾ കുടുംബം ഉള്ളതെന്ന് വേണം മനസ്സിലാക്കുന്നത്. പോലീസിൻ്റെ ഭാഗത്തുനിന്നും വീഴ്ചയുണ്ടായിട്ടുണ്ടെന്നും ആദ്യഘട്ടത്തിലൊക്കെ ഈ കേസിൽ ചാർജ് ഷീറ്റ് ഫയൽ ചെയ്യുന്നതിൽ വീഴ്ച വരുത്തിയിട്ടുണ്ടെന്നും ഒക്കെയാണ് ഇപ്പോൾ പ്രോസിക്യൂഷൻ പറയുന്നത്. വേണ്ട തെളിവുകൾ ഹാജരാക്കിയിട്ടുണ്ട് എന്നും പ്രോസിക്യൂഷൻ വാദിക്കുന്നുണ്ട്. എന്തായാലും മേൽക്കോടതിയെ ഇതുമായി ബന്ധപ്പെട്ട് സമീപിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. 2012 ജൂലൈ 16-നാണ്
ഒന്നാം വർഷ ബിരുദ വിദ്യാർത്ഥിയായിരുന്ന വിശാൽ കുത്തേൽക്കുന്നത് ഗുരുതരമായി പരിക്കേറ്റ വിശാൽ പിറ്റേ ദിവസമാണ് മരണപ്പെടുന്നത്. അതിന് പിന്നാലെ വ്യാപകമായി പ്രതിഷേധം നടന്നിരുന്നു. SDPI പ്രവർത്തകരായ 20 പേരെയാണ്, പ്രായപൂർത്തിയാകാത്ത ഒരാളടക്കം 20 പേരെയാണ് പോലീസ് പിടികൂടിയത്. ഇതിൽ 19 പേരെയാണ് ഇപ്പോൾ വെറുതെ വിട്ടിട്ടുള്ളത്. ഈ പ്രായപൂർത്തിയാകാത്ത ആളുടെ കേസ് ഇപ്പോഴും ജുവനൈൽ കോടതിയിൽ നടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതിയാണ് പ്രതികളെ വെറുതെ വിട്ടുകൊണ്ടുള്ള വിധി പുറപ്പെടുവിച്ചിട്ടുള്ളത്. എന്തായാലും കുറ്റം തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു ഒറ്റവരി വാചകം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് പ്രതികളെ കോടതി വെറുതെ വിട്ടിട്ടുള്ളത്. മേൽക്കോടതിയെ സമീപിക്കാനുള്ളൊരു നീക്കത്തിൽ തന്നെയാണ് ഇപ്പോൾ കുടുംബവും പ്രോസിക്യൂഷനും ഉള്ളതെന്ന് വേണം മനസ്സിലാക്കാൻ. ഇടവേള. വ്യവസായ നഗരമായ കൊച്ചിയിൽ നിന്ന് ബംഗളൂരുവിലേക്ക് ഇനി വന്ദേ ഭാരത് യാത്ര നടത്താം. 26651, 26652 എന്നാണ് ട്രെയിൻ നമ്പറുകൾ. ആഴ്ചയിൽ 6 ദിവസമാണ് വന്ദേ ഭാരത് സർവീസ് നടത്തുന്നത്. ബുധനാഴ്ച സർവീസ് ഇല്ല. നവംബർ 11 മുതലാണ് സർവീസ് തുടങ്ങുന്നത്. പുലർച്ചെ 5 മണിക്ക് ബംഗളൂരുവിൽ നിന്ന് പുറപ്പെട്ട് ഉച്ചയ്ക്ക് 1:50 എറണാകുളത്തെത്തും. തിരിച്ച് എറണാകുളത്ത് നിന്ന് ഉച്ചയ്ക്ക് 2:20 ബംഗളൂരുവിലേക്ക് പുറപ്പെടുന്നത്. രാത്രി 11 KSR ബംഗളൂരു സ്റ്റേഷനിലെത്തും. 11 സ്റ്റേഷനുകളിൽ മാത്രമാണ് വന്ദേ ഭാരതിന് സ്റ്റോപ്പ് ഉള്ളത്. കേരളത്തിൽ എറണാകുളം വിട്ടാൽ 2 സ്റ്റോപ്പുകൾ മാത്രം. എറണാകുളം, തൃശൂർ, പാലക്കാട്, പൊതന്നൂർ, കോയമ്പത്തൂർ, തിരുപ്പൂർ, ഈറോഡ്, സേലം, ജോലാർപേട്ടെ, കൃഷ്ണരാജപുരം, KSR ബംഗളൂരു എന്നിങ്ങനെയാണ് വന്ദേ ഭാരത് കടന്നുപോകുന്ന സ്റ്റേഷനുകൾ. ചെയർ കാറിന് 1095 രൂപയും എക്സിക്യൂട്ടീവ് ചെയർ കാറിന് 2289 രൂപയുമാണ് ടിക്കറ്റ് നിരക്ക്. 8 മണിക്കൂർ 40 മിനിറ്റാണ് സർവീസ് സമയം. ഇനി ഓരോ സ്റ്റേഷനിലേക്കുള്ള ടിക്കറ്റ് നിരക്ക് പരിശോധിക്കാം. എറണാകുളത്ത് നിന്ന് ബംഗളൂരുവിലേക്ക് പോകുമ്പോൾ തൃശൂരിലേക്ക് ചെയർ കാറിന് 293 രൂപയും എക്സിക്യൂട്ടീവ് ചെയർ കാറിന് 616 രൂപയുമാണ്. പാലക്കാട് 384 ചെയർ കാറിനും 809 രൂപ എക്സിക്യൂട്ടീവ് ചെയർ കാറിനും നൽകണം. തിരികെ ബംഗളൂരുവിൽ നിന്ന് എറണാകുളത്തേക്ക് പോകുമ്പോൾ തൃശൂരിലേക്ക് ചെയർ കാറിന് 1009 രൂപയും എക്സിക്യൂട്ടീവ് ചെയർ കാറിന് 2110 രൂപയുമാണ്. പാലക്കാട് 876 ചെയർ കാറിന് നൽകിയാൽ 1827 എക്സിക്യൂട്ടീവ് ചെയർ കാറിന് നൽകി യാത്ര ചെയ്യാം. ഇപ്പോൾ പുറത്തുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ പ്രകാരം ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നിർണായകമായ ഒരു നീക്കം SIT സംഘം നടത്തിയിട്ടുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. കടകംപള്ളി സുരേന്ദ്രനെ ഇപ്പോൾ SIT സംഘം കഴിഞ്ഞ ശനിയാഴ്ച ചോദ്യം ചെയ്തിട്ടുണ്ടെന്നുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത്. എന്ന മുൻ ദേവസ്വം മന്ത്രിയായിരുന്നു കടകംപള്ളി സുരേന്ദ്രൻ. ആ കാലത്താണ് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള അഴിമതികൾ നടന്നിട്ടുള്ളത് എന്നുള്ളൊരു കാര്യത്തിന്മേലാണ് ഇപ്പോൾ കടകംപള്ളി സുരേന്ദ്രനെ SIT സംഘം ചോദ്യം ചെയ്തിട്ടുള്ളത്. CPM-നെ ഏറെ പ്രതിരോധത്തിലാക്കുന്ന ഒരു നീക്കം തന്നെയാണ് SIT-യുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. ഈ കുരുക്ക് കൂടുതൽ മുറുകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇക്കഴിഞ്ഞ ശനിയാഴ്ചയാണ് ചോദ്യം ചെയ്തിട്ടുള്ളത്. അഭിജിത്ത് ജയൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അഭിജിത്ത്, ഈ CPM-നെ പ്രതിരോധത്തിലാക്കുന്ന ഒരു നീക്കം തന്നെയാണ് SIT സംഘത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. മുൻ ദേവസ്വം മന്ത്രിയെ കടകംപള്ളി സുരേന്ദ്രനെയും അതുപോലെ തന്നെ PS പ്രശാന്തിനെയും ചോദ്യം ചെയ്തു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? ആവണി, ശബരിമല സ്വർണ്ണ കവർച്ച കേസ് കേരളം കണ്ട സമാനമായിട്ടുള്ള വലിയൊരു തട്ടിപ്പ് കേസാണ്. ഈ തട്ടിപ്പ് കേസ് അവസാനിപ്പിക്കണമെങ്കിൽ ഇതിന്റെ ദേവസ്വം വകുപ്പിന്റെ ചുമതലയുണ്ടായിരുന്ന മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യേണ്ടി വരുമെന്നുള്ള ഒരു വിലയിരുത്തൽ നേരത്തെ തന്നെ SIT സംഘത്തിന് ഉണ്ടായിരുന്നു. മാത്രമല്ല മുൻ അധ്യക്ഷൻ PS പ്രശാന്തിനെയും ചോദ്യം ചെയ്യേണ്ടി വരുമെന്നുള്ള ചില വിലയിരുത്തലുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് സ്ഥിരീകരിക്കുന്ന തരത്തിലുള്ള വിവരങ്ങളാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കാൻ കഴിയുന്നത്. ഇരുവരെയും SIT സംഘം ഇക്കഴിഞ്ഞ ശനിയാഴ്ച ചോദ്യം ചെയ്തത് എന്നുള്ളതാണ് പങ്കുവയ്ക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട, ഈ ഉച്ച സമയത്ത് പങ്കുവയ്ക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. അതിൽ മുൻ ദേവസ്വം ബോർഡ് അധ്യക്ഷൻ PS പ്രശാന്തിന്റെ മൊഴി കൂടി SIT സംഘം രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. സ്വർണ്ണക്കൊള്ള നടന്ന സമയത്ത് ദേവസ്വത്തിന്റെ ഉത്തരവാദിത്വമുണ്ടായിരുന്ന മന്ത്രി എന്നുള്ള നിലയിലാണ് ചോദ്യം ചെയ്തത് എന്നുള്ളതാണ് അന്വേഷണ സംഘവുമായി ബന്ധപ്പെട്ടുള്ള ആളുകളൊക്കെ തന്നെയും പറയുകയും ചെയ്യുന്നത്. അത്തരത്തിൽ അന്വേഷണം ഉന്നതരിലേക്ക് മുന്നോട്ട് പോകുന്നു എന്നുള്ളത് കൂടി ഈ ഘട്ടത്തിൽ നമുക്ക് ചോദിക്കേണ്ടതായിട്ട് വരും. ഈ വമ്പൻ സ്രാവുകൾ ഇനിയും ഒത്തിരി ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ രാഷ്ട്രീയ പ്രതികരണങ്ങളായിട്ടൊക്കെ തന്നെയും പല തരത്തിലുള്ള ആളുകളും പ്രതികരിച്ചിരുന്നതാണ്. ഇപ്പോൾ അത് സാധൂകരിക്കുന്ന, അത് സ്ഥിരീകരിക്കുന്ന തരത്തിലേക്കുള്ള
പ്രതികരണങ്ങൾ അത് സ്ഥിരീകരിക്കുന്ന തരത്തിലേക്കുള്ള വാർത്തകളൊക്കെ തന്നെയും ഈ ഘട്ടത്തിൽ വരുന്നു. സ്വർണ്ണക്കൊള്ള കേസിൽ അത്തരത്തിൽ കടകംപള്ളി സുരേന്ദ്രൻ മുൻ മന്ത്രിയുടെ മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നു. നേരത്തെ തന്നെ ഈ ദ്വാരപാലക ശില്പങ്ങളും ഒപ്പം തന്നെ സ്വർണ്ണപ്പാളികളും മോഷണം പോയ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ സർക്കാർ തലത്തിലുണ്ടായിരുന്ന ബന്ധങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വലിയ തോതിൽ ചോദ്യം ചെയ്യപ്പെട്ടിരുന്നതാണ്. കഴിഞ്ഞ ദിവസം എൻ വിജയകുമാറിന്റെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നീളുന്നൊരു സാഹചര്യം കൂടി ഉണ്ടാവുകയും ചെയ്തു. ഇത്തരത്തിൽ KP ശങ്കരദാസും ഒപ്പം തന്നെ എൻ വിജയകുമാറിനെയും ചോദ്യം ചെയ്യാത്തതിൽ ഹൈക്കോടതി രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നതാണ്. എ പത്മകുമാർ ഇപ്പോൾ റിമാൻഡിൽ തുടരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അദ്ദേഹത്തിന്റെ റിമാൻഡ് കാലാവധി വീണ്ടും 14 ദിവസത്തേക്ക് കൂടി നീട്ടുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ എ പത്മകുമാറിന്റെയും എൻ വാസുവിന്റെയും ഉൾപ്പെടെയുള്ളവരുടെ ഇടപെടലുകൾ ഈ സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായിട്ടുണ്ട് എന്നുള്ള കാര്യം ഹൈക്കോടതിക്ക് കൂടി ബോധ്യപ്പെട്ടിരിക്കുന്നു. SIT സംഘത്തിന് കൂടി ബോധ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ നിന്ന് സ്വർണം കട്ട ആളുകളിൽ നിന്ന് കൃത്യമായി അത് തിരിച്ചെടുക്കണം എന്നുള്ളതാണ് ഈ ഉണ്ടായിട്ടുള്ള വിലയിരുത്തലുകൾ. ഇത്തരത്തിൽ ഈ മുൻ ദേവസ്വം മന്ത്രിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി വലിയ തോതിൽ ബന്ധമുണ്ടെന്ന തരത്തിലേക്കുള്ള വിവരങ്ങളൊക്കെ തന്നെയും സാധൂകരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാക്കാൻ കഴിയുന്ന ചില സൂചനകൾ. ദേവസ്വം ബോർഡിന്റെ മുൻ അധ്യക്ഷൻ എ പത്മകുമാറിനെ കൂടുതൽ കുരുക്കായിക്കൊണ്ടാണ് ഇപ്പോൾ കടകംപള്ളി സുരേന്ദ്രനെ കൂടി ചോദ്യം ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. അദ്ദേഹം ഈ ചോദ്യം ചെയ്യലിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത് എന്നതടക്കമുള്ള കാര്യങ്ങൾ കൂടി ചില വ്യക്തതകൾ വരേണ്ടിയും കൂടിയിരിക്കുന്നു. മാത്രമല്ല മുൻ അധ്യക്ഷൻ PS പ്രശാന്തിനെയും ചോദ്യം ചെയ്തേക്കുമെന്നുള്ള വാർത്ത നേരത്തെ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നത്. ഈ സ്വർണ്ണപ്പാളികൾ അത് അതിൽ നിന്ന് സ്വർണം വേർതിരിച്ചെടുക്കുന്നതിൽ ഉണ്ടായിട്ടുള്ള ക്രമക്കേടുകൾ, വ്യാപകമായിട്ടുള്ള അഴിമതികൾ, തട്ടിപ്പുകളൊക്കെ തന്നെയും ഒന്നൊന്നായി പുറത്തു വരുന്ന സാഹചര്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഇപ്പോൾ കടകംപള്ളി ചോദ്യമുനയിലേക്ക് എത്തുമ്പോൾ അതിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യം കൂടിയുണ്ട്, വലിയൊരു പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ് കൂടിയുണ്ട് എന്നുള്ളത് കൂടി ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. SIT സംഘം വലിയൊരു നിർണായകമായിട്ടുള്ള മൂവിലേക്ക് കടന്നിരിക്കുന്നു. ഈ വിജിലൻസ് SP ശശിധരന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് ഈ കേസ് അന്വേഷിക്കുകയും ചെയ്യുന്നത്. ഇതിപ്പോൾ ആ കേസിൽ കൂടുതൽ ഉദ്യോഗസ്ഥർ വേണമെന്നുള്ള കാര്യം അത് ഹൈക്കോടതിയുടെ പരിഗണനയിൽ വന്നതാണ്. ഹൈക്കോടതിയുടെ അംഗീകാരത്തോടു കൂടി അത് നടപ്പിലാക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. D മണിയെ SIT സംഘം തിരുവനന്തപുരത്ത് രാവിലെ ചോദ്യം ചെയ്തിരുന്നു. അങ്ങനെ വമ്പൻ സ്രാവുകൾ ഈ കൂടുതൽ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള ഉന്നതരൊക്കെ തന്നെയും വലയിലാകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ എൻ വിജയകുമാറിന്റെ മൊഴി രാവിലെയോടുകൂടി നമ്മൾ പുറത്തുവിട്ടിരുന്നതാണ്. അതിൽ അദ്ദേഹം പറഞ്ഞത് താൻ നിരപരാധിയാണ്, എല്ലാം സഖാവ് പറഞ്ഞിട്ടാണ് ചെയ്തതെന്നുള്ളതാണ് വിജയകുമാർ SIT സംഘത്തോട് പറയുന്നത്. ഈ സഖാവ് ആരാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് കടകംപള്ളി സുരേന്ദ്രനാണോ അല്ലെങ്കിൽ അന്നത്തെ പ്രസിഡന്റായിരുന്ന എ പത്മകുമാറാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ കൂടി പുറത്തറിയേണ്ടിയും കൂടിയിരിക്കുന്നു. സ്വർണ്ണപ്പാളി മാറ്റുന്ന കാര്യമടക്കം ബോർഡിൽ അവതരിപ്പിച്ചത് പത്മകുമാറാണ്. പ്രധാന തീരുമാനങ്ങളെല്ലാം പ്രസിഡന്റ് പറയുന്നതായിരുന്നു രീതി എന്നുള്ളതാണ് വിജയകുമാർ പറഞ്ഞിരുന്നത്. അതുകൊണ്ട് വായിച്ചു പോലും നോക്കാതെ ഒപ്പിട്ടു എന്നുള്ള കാര്യം വിജയകുമാർ സമ്മതിക്കുകയുമാണ്. സമ്മർദ്ദം സഹിക്കാൻ വയ്യാതെ ജീവനൊടുക്കാൻ വരെ തോന്നി എന്നതടക്കമുള്ള ചില മൊഴികൾ കൂടി അദ്ദേഹം പറയുകയും ചെയ്തിരുന്നു. ബന്ധുക്കൾ നിർബന്ധിച്ചതിനെ തുടർന്നാണ് കീഴടങ്ങാൻ തീരുമാനിച്ചത്, എല്ലാം പത്മകുമാർ പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് പൂർണ്ണമായും പത്മകുമാറിന്റെ തലയിലേക്ക് ഈ സാഹചര്യങ്ങൾ കെട്ടിവെച്ചുകൊണ്ട് എൻ വിജയകുമാർ രക്ഷപ്പെടാനുള്ള പഴുതു തേടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. KP ശങ്കരദാസിനെയും വൈകാതെ ചോദ്യം ചെയ്യാനുള്ള സാധ്യത എ പത്മകുമാർ അധ്യക്ഷനായിരുന്ന സമയത്ത് ഈ രണ്ടുപേരായിരുന്നു ബോർഡ് അംഗങ്ങൾ. അപ്പോൾ അതുകൊണ്ട് ഇവരിലേക്ക് മാത്രമല്ല ഈ ചോദ്യം ചെയ്യലുകൾ ഒതുങ്ങുന്നത്, അത് ദേവസ്വം മന്ത്രിയിലേക്കും മുൻ അധ്യക്ഷനായിരുന്ന PS പ്രശാന്തിലേക്കും വരെ നീളുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇപ്പോൾ ഈ കേസിൽ കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യുമ്പോൾ അത് CPM കൂടി വലിയ തലവേദന സൃഷ്ടിക്കുന്നു, CPM കൂടി വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. CPM സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയാണ് മുൻ മന്ത്രി കൂടി ആയിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രൻ. അപ്പോൾ അതുകൊണ്ട് കടകംപള്ളി ഇപ്പോൾ MLA കൂടിയാണ്. അത്തരത്തിൽ CPM അത് വലിയ പ്രാധാന്യമുള്ള കേസ് കൂടിയായി ഇത് മാറുകയും ചെയ്യുകയാണ്. എങ്ങനെയായിരിക്കും CPM ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ പോവുക എന്നതടക്കമുള്ള കാര്യങ്ങൾ കൂടി വരും മണിക്കൂറിൽ നമുക്ക് പങ്കുവെക്കേണ്ടതായിട്ട് കൂടി വരും. ഇക്കഴിഞ്ഞ 26-നാണ് PS പ്രശാന്തിന്റെ മൊഴി രേഖപ്പെടുത്തിയത് എന്നുള്ളതാണ് പ്രത്യേക അന്വേഷണ സംഘത്തിൽ നിന്ന് നമുക്ക് ലഭ്യമാക്കാൻ കഴിയുന്ന വിവരം. അത്തരത്തിൽ ഈ വാർത്ത സ്ഥിരീകരിച്ചുകൊണ്ടാണ് നമുക്ക് റിപ്പോർട്ട് ചെയ്യാനും കഴിയുന്നത്. ഉന്നതരിലേക്ക് SIT സംഘം മുന്നോട്ട് പോവുകയാണ്. SIT സംഘത്തിന്റെ വലയിൽ ഈ തോക്കിന് കീഴിൽ ഇവരൊക്കെ തന്നെയും
അകപ്പെട്ടിരിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ചോദ്യമുനയിൽ മുൻ ദേവസ്വം മന്ത്രി കൂടി ഉൾപ്പെടുമ്പോൾ എന്തൊക്കെയായിരിക്കും കടകംപള്ളി ഇതിനോടകം തന്നെ SIT സംഘത്തിനോട് പറഞ്ഞത് എന്നതടക്കമുള്ള കാര്യങ്ങൾ കൂടി അറിയേണ്ടതായിട്ട് കൂടിയുണ്ട്. ശബരിമലയിൽ നിന്ന് ദ്വാരപാലക ശില്പങ്ങൾ, അതിൽ നടത്തിയിട്ടുള്ള ക്രമക്കേടുകൾ, അഴിമതികൾ, അതോടൊപ്പം തന്നെ ഈ സ്വർണ്ണപ്പാളികളിൽ അത് ചെമ്പാക്കി മാറ്റിയതടക്കമുള്ള കാര്യങ്ങൾ മുമ്പ് വിജയ് മല്യ ശബരിമല സോപാനത്ത് അയ്യപ്പന് വേണ്ടി ഇത് സമർപ്പിച്ചപ്പോൾ അത് സ്വർണമായിരുന്നു, പിന്നീട് അതെങ്ങനെ ചെമ്പായി മാറി എന്നതടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ടുള്ള പരിശോധനകൾ നടന്നതാണ്. ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരിയുടെ മൊഴി അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതായിരുന്നു. മാത്രമല്ല ഒരു ഗോവർദ്ധൻ എന്ന് പറയുന്ന ഒരു വ്യവസായി ഇതിന്റെ ഒരു കണ്ണിയായി മാറുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ അത്തരത്തിൽ മറ്റൊരു വിദേശ വ്യവസായി ഇതിനകത്ത് രംഗപ്രവേശനം നടത്തി വരുന്നത് നമ്മൾ കണ്ടതാണ്. ഒടുവിൽ അത് D മണിയിലേക്ക് എത്തി നിൽക്കുന്നു. പിന്നീടാണ് ഇപ്പോൾ കടകംപള്ളിയെയും PS പ്രശാന്തിനെയും ചോദ്യം ചെയ്തു എന്നുള്ള വാർത്ത കൂടി പുറത്തേക്ക് വരികയും ചെയ്യുന്നത്. അങ്ങനെ ഈ കേസിൽ അത് വലിയ ഡെവലപ്മെന്റ് കേസുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പത്മകുമാർ പ്രസിഡന്റായിരുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഭരണസമിതി ഗുരുതര വീഴ്ച വരുത്തിയതായി പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നതാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അതിരുവിട്ട് സഹായിക്കാൻ വേണ്ടി ദേവസ്വം മാനുവൽ തന്നെ തിരുത്തി എഴുതി എന്നുള്ള കാര്യം പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. ഇത് ഭരണസമിതിയിലെയും മൂവരുടെയും അറിവോടുകൂടിയാണ് എന്നുള്ളതാണ് SIT സംഘം കണ്ടെത്തുകയും ചെയ്തിട്ടുള്ളത്. ഈ മിനിറ്റ്സ് തിരുത്തിയതും അതോടൊപ്പം തന്നെ പുതിയ ഉത്തരവുകൾ എഴുതി ചേർത്തതും ഉൾപ്പെടെ നിയമലംഘനങ്ങൾ പ്രസിഡന്റായിരുന്ന പത്മകുമാർ അംഗങ്ങളായ N വിജയകുമാറിന്റെയും KP ശങ്കരദാസിന്റെയും ബോധ്യപ്പെടുത്തലിലേക്ക് കൂടി വരികയും ചെയ്തിരുന്നു. ഇത് പിന്നീട് SIT സംഘം വ്യക്തമായി കണ്ടെത്തിയിട്ടുള്ളത് കൂടിയാണ്. വൻ തുക ലാഭം മോഹിച്ചും അതോടൊപ്പം വ്യക്തി താല്പര്യം കൂടി ഉൾപ്പെടെയുള്ള നേട്ടം ലക്ഷ്യമിട്ടുമാണ് ഈ നിയമലംഘനത്തിനെ കൂട്ടുനിൽക്കുകയായിരുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ പത്മകുമാർ ഇക്കാര്യങ്ങൾ സമ്മതിച്ചിട്ടുള്ളതാണെന്നും വിജയകുമാറിനും ശങ്കരദാസിനും ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്നുള്ളതാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. പത്മകുമാറിന്റെ റിമാൻഡ് കാലാവധി ഇപ്പോൾ 14 ദിവസത്തേക്ക് കൂടി നീട്ടുകയും ചെയ്തിട്ടുണ്ട്. ശരി, അഭിജിത്താണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ CPM സംസ്ഥാന സമിതി അംഗം K അനിൽകുമാർ കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ അനിൽകുമാർ, ഈ ആദ്യഘട്ടങ്ങളിലൊക്കെ CPM നേതാക്കളൊക്കെ പ്രതികളായി ഇങ്ങനെ വന്ന ഒരു ഘട്ടത്തിൽ ആണെങ്കിൽ പോലും ഈ മന്ത്രിമാരൊക്കെ സുരക്ഷിതരായിരുന്നു. എന്നാൽ ഇപ്പോൾ മുൻ മന്ത്രിയായ കടകംപള്ളി സുരേന്ദ്രനെ കൂടെ ചോദ്യം ചെയ്തു എന്നുള്ള വാർത്തകൾ വരുമ്പോൾ അത് പാർട്ടിയെ പ്രതിരോധത്തിലാക്കുകയല്ലേ? ഒരിക്കലുമില്ല. ഞങ്ങളെ സംബന്ധിച്ച് വ്യക്തതയുള്ള കാര്യം, ഒരു തെറ്റുകാരോടും സന്ധിയില്ലാത്ത നിലപാട് CPM-നുണ്ട്. പക്ഷെ ദേവസ്വം ബോർഡിന്റെ കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന് വളരെ പരിമിതമായ ഇടപെടൽ മാത്രമാണുള്ളത് എന്ന കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നേരത്തെ ഒരു പ്രചരണം ഉണ്ടായിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം മന്ത്രിക്ക് എന്തോ നിവേദനം കൊടുത്തു, നിവേദനത്തെ തുടർന്നാണ് ഈ ശില്പങ്ങൾ നവീകരിക്കാൻ കൊണ്ടുപോയത്. അത്തരം ഒരു പ്രചരണം നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷെ കുറെ കാലമായിട്ട് അത് കേൾക്കുന്നില്ല. അപ്പം വ്യാജങ്ങൾ നിർമ്മിക്കപ്പെടുക, നുണകൾ നിർമ്മിക്കപ്പെടുക, അതിന്റെ പേരിൽ ആഖ്യാനങ്ങൾ ഉണ്ടാക്കുക, ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. എന്തായാലും SIT ഒരു ഫലപ്രദമായ അന്വേഷണം നടത്തുന്നുണ്ട്. ഞങ്ങൾ അന്വേഷണത്തോടൊപ്പമാണ്. എല്ലാ ഭാഗവും അന്വേഷിക്കട്ടെ എന്നാണ് ഞങ്ങളുടെ നിലപാട്. അതിന്റെ ഭാഗമായി ആരോട് ചോദിച്ചാലും പരമേശ്വരത്തിനെ ചോദ്യം ചെയ്തു, അതുപോലെ ആരെ ചോദ്യം ചെയ്താലും അതിനെ സ്വാഗതം ചെയ്യുന്ന നിലപാടാണ് ഞങ്ങൾ സ്വീകരിക്കുക. ഇനിയിപ്പോൾ ഈ കൂടുതൽ നേതാക്കൾ CPM-മായി ബന്ധപ്പെട്ട് കൂടുതൽ പേർ അറസ്റ്റിലാണുള്ള ഒരു സാഹചര്യമൊക്കെ ഉണ്ടോ? ഒരിക്കലും ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, ഇപ്പോ നമ്മൾ കണ്ടിട്ടുള്ളത് ദേവസ്വം ബോർഡ് അംഗമെന്ന നിലയ്ക്ക് ഇന്നലെ വിജയകുമാർ അറസ്റ്റ് ചെയ്തു. പക്ഷെ അവരാരെങ്കിലും ഇപ്രകാരം നടന്ന മോഷണത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് അതിന്റെ ഭാഗമായി എന്തെങ്കിലും നേട്ടമുണ്ടാക്കിയെന്ന് നാളിതുവരെ ആരും ആരോപിക്കുന്ന പോലുമില്ല. അത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ വസ്തുത കൂടി പുറത്തു വരട്ടെ എന്നാണ് CPM ആഗ്രഹിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ നിയോഗിച്ചവരാരും സാമ്പത്തികമായി ഇക്കാര്യത്തിൽ ലാഭം ഉണ്ടാക്കി എന്നാൽ ആരോടും പോലും നിലവിലില്ല. കെട്ടുകഥകൾ പാട്ടുകളായിട്ട് വരുന്നുണ്ട്. പക്ഷെ ഇത് വസ്തുതാപരമായി ഞങ്ങളുടെ മുമ്പിലില്ല. അത് വരട്ടെ, വരുന്നതിന്റെ അടിസ്ഥാനത്തിൽ പ്രതികരിക്കാൻ തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. മുന്നോട്ട് പോകുമെന്ന് തന്നെയാണല്ലേ തീരുമാനവും? ഫലപ്രദമായ അന്വേഷണം നടത്തണം. അതിന്റെ ഭാഗമായി എല്ലാ വസ്തുതകളും ആളുകളുടെ മുന്നിൽ കൊണ്ടുവരണം. അത് പോലീസിന് സാധിക്കും. കോടതി മുമ്പാകെയുള്ള അന്വേഷണത്തിൽ വസ്തുതകൾ എത്തുമെന്നാണ് ഞങ്ങളുടെ ധാരണ. ഈ കടകംപള്ളിയിൽ നിന്നും എന്ത് വിവരങ്ങളാണ് ചോദിച്ചറിഞ്ഞത് എന്നുള്ളത് വ്യക്തത വന്നിട്ടുണ്ടോ? അല്ലല്ല, തിരിച്ചാണ് നമ്മൾ ആലോചിക്കുന്നത്. നമ്മൾ ആളുകളെ കുറിച്ച് കെട്ടുകഥകൾ നിർമ്മിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് നിവേദനം കൊടുത്തു എന്നാണ് ആദ്യം നിർമ്മിക്കപ്പെട്ടൊരു കെട്ടുകഥ. സ്വാഭാവികമായിട്ടും അത് പരിശോധിക്കേണ്ടതുണ്ടാവും. SIT പരിശോധിക്കട്ടെ. ശരി, വളരെയധികം നന്ദി ശ്രീ K അനിൽകുമാർ ഈ ഒരു ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെയും മുൻ ദേവസ്വം പ്രസിഡന്റായിരുന്ന PS പ്രശാന്തിനെയും പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തു എന്നുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത്.
കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഇരുവരെയും ചോദ്യം ചെയ്തിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമായൊരു ചോദ്യം ചെയ്യൽ തന്നെയാണ് നടന്നിട്ടുള്ളതെന്നും പുറത്തുവരുന്ന വിവരങ്ങളിൽ പറയുന്നുണ്ട്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഇരുവരെയും ചോദ്യം ചെയ്തിട്ടുള്ളത്. കേസിൽ റിമാൻഡിൽ കഴിയുന്ന പത്മകുമാറിന്റെയും അതുപോലെ തന്നെ ഗോവർദ്ധന്റെയും ജാമ്യാപേക്ഷയും തള്ളിയിട്ടുണ്ട്. അങ്ങനെ കൂടുതൽ കുരുക്കുകളിലേക്ക് ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കടക്കുന്നുവെന്ന് വേണം മനസ്സിലാക്കാൻ. CPM-നെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ കുരുക്കാവുകയാണ് ഈ ഒരു കേസ്. എന്തായാലും കൂടുതൽ പ്രതിരോധം ഇപ്പോൾ കോൺഗ്രസിൽ നിന്നും പഴകുള മധു കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ പഴകുള മധു, ഈ CPM-നെ സംബന്ധിച്ചിടത്തോളം പ്രതിരോധത്തിലാകുന്ന ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. മുൻ ദേവസ്വം മന്ത്രിയാണ് ഇപ്പോൾ ചോദ്യം ചെയ്യലിന് ശേഷം പുറത്തേക്ക് വന്നിരിക്കുന്നത്. മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഈ സ്വർണ്ണക്കൊള്ളയിലെ ഒരു പിന്നാണ്. അദ്ദേഹത്തിന് ഈ ഇടപാടെല്ലാം അറിയാമായിരുന്നു. ഈ വ്യക്തികളുമായിട്ടുള്ള വലിയ ബന്ധമുണ്ടായിരുന്നു. ദേവസ്വം ബോർഡിന്റെ കാര്യങ്ങളെല്ലാം നിയന്ത്രിച്ചിരുന്നത് ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ നായരാണ് എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്. അദ്ദേഹത്തിലേക്ക് ഈ കേസ് എന്നെ എത്തേണ്ടതാണ്. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ കർശനമായ താക്കീതിന് ശേഷമാണ് കടകംപള്ളിയെ നോട്ടീസ് അയച്ച് വിളിക്കാനും മൊഴിയെടുക്കാനും SIT തയ്യാറായിട്ടുള്ളത്. അപ്പൊ SITക്ക് സർക്കാരിന്റെ ഒരു നിയന്ത്രണം ഉണ്ട്. അവരെ നിയമിക്കുന്നതും സ്ഥലം മാറ്റുന്നതും എല്ലാം സർക്കാരായതുകൊണ്ട്, സർക്കാരിന്റെ ആണ് അവരുടെ നിയമന ഏജൻസി എന്നുള്ളത് കൊണ്ടും SITയിലെ പോലീസ് ഓഫീസർമാർക്ക് ഭയം സർക്കാരിലുണ്ട്. അപ്പൊ സർക്കാരിലെ ഏറ്റവും ഉന്നതനെ ഈ കേസുമായി ബന്ധപ്പെട്ട് പിടിക്കേണ്ടി വന്നാൽ അതിന് ഹൈക്കോടതിയുടെ അംഗീകാരം മാത്രം പോരാ, നിർദ്ദേശം മാത്രം പോരാ, ഗവൺമെന്റിന്റെ നിർദ്ദേശം കൂടി ലഭിക്കണം. എങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ആക്ട് ചെയ്യാൻ കഴിയൂ എന്നുള്ളൊരു സമീപനമാണ് SITയിലെ ഉദ്യോഗസ്ഥന്മാർ ഈ കാര്യത്തിൽ സ്വീകരിച്ചത്. അതുകൊണ്ട് SIT ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ഹൈക്കോടതിയുടെ കർക്കശമായ താക്കീതിന്റെ പേരിലാണ്. പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞു. CPM-ന് ഇനി സമീപ ദിവസങ്ങളിലൊന്നും ഇലക്ഷൻ നേരിടാനില്ല. അപ്പൊ ഈ ഒരു ബ്രേക്ക് പീരീഡിൽ അവർ കടകംപള്ളിയിലേക്ക് എത്തിയിരിക്കുകയാണ്. കടകംപള്ളി എന്നെ അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിലടക്കേണ്ട ആളാണ്. അദ്ദേഹം ഈ സംഭവത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ണിയാണ് കടകംപള്ളി സുരേന്ദ്രൻ. CPM ഭരിക്കുന്ന ഒരു കാലത്ത് ദേവസ്വം ബോർഡിന്റെ ഭരണം എന്ന് പറയുന്നത് അവർ ചുമതലപ്പെടുത്തുന്ന 2-3 അംഗങ്ങളിലോ ഒരു പ്രസിഡന്റിലോ മാത്രം ഒതുങ്ങുന്നതല്ല. ദേവസ്വം ബോർഡിന്റെ എല്ലാ കാര്യങ്ങളും, ദൈനംദിന കാര്യങ്ങളിൽ പോലും നേരിട്ട് ഇടപെട്ട് നിർദ്ദേശം കൊടുത്ത് അതിലെല്ലാം പങ്കാളികളാകുന്ന ഒരു സംവിധാനമാണ് CPM പാർട്ടിക്ക് പൊതുവെ ഉള്ളത്. ആ പാർട്ടി ഇതിലൊന്നും ഞങ്ങൾക്ക് പങ്കില്ല, ഞങ്ങളാരും അറിഞ്ഞിട്ടില്ല എന്നുള്ള കാപട്യമാണ്, കപട സമീപനമാണ് ഇതുവരെ സ്വീകരിച്ചിട്ടുള്ളത്. അവരുടെ മുഖം മൂടി അഴിഞ്ഞു വീണത് ഇപ്പൊ കടകംപള്ളി അറസ്റ്റ് ചെയ്തപ്പോൾ മാത്രമല്ല, ഇതിനു മുമ്പ് അവരുടെ തന്നെ ഉന്നതരായ പലരുടെ നേതാക്കന്മാരെയും അറസ്റ്റ് ചെയ്തിരുന്നു. അന്നൊന്നും CPM ഇതില് ഒരു പ്രതികളുടെ ഭാഗത്താണ് എന്ന് വ്യക്തമായിട്ട് പോലും അവർക്ക് യാതൊരു ജാള്യതയും ഉണ്ടായില്ല. ഇപ്പൊ SIT മൊഴിയെടുത്ത് കടകംപള്ളിയെ വിടാനുണ്ടായ സാഹചര്യം എന്താണെന്ന് എനിക്കറിയില്ല. അത് കോടതിയെ മാത്രമേ അവർക്ക് ബോധ്യപ്പെടുത്തേണ്ടതായിട്ടുള്ളൂ. ജനങ്ങളോടൊന്നും അവർക്ക് പറയേണ്ടതായിട്ടില്ല, മാധ്യമങ്ങളോട് പറയേണ്ടതായിട്ടില്ല. അതുകൊണ്ട് SIT ഇനി അടുത്ത കേസ് വിളിക്കുന്നത് വരെ ഒരു പക്ഷേ അവരിത് മാറ്റിവെക്കും. ഇപ്പൊ തന്നെ എന്തുകൊണ്ട് കടകംപള്ളിയെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് സാമാന്യമായ ജനങ്ങളെല്ലാം അവരുടെ എല്ലാം മനസ്സുയർന്ന ചോദ്യം. നമുക്ക് കാത്തിരുന്ന് കാണാം. കടകംപള്ളിയും ഈ കേസിൽ കുടുങ്ങും, പ്രതിയാകേണ്ടി വരും. വാസവനും പ്രതിയാകേണ്ടി വരും. ഇപ്പോഴത്തെ പ്രസിഡന്റ് തൊട്ടു മുമ്പ് ഈ സ്ഥാനത്തിരുന്ന പ്രശാന്തിനും പ്രതിയാകേണ്ടി വരും. അപ്പൊ ചുരുക്കി പറഞ്ഞ് ഇവർക്കെല്ലാം അറിയാവുന്ന, ഇവരെല്ലാം ഒത്തുചേർന്ന് നടത്തിയ ഒരു വലിയ കൊള്ളയാണ്. ഈ കൊള്ളയ്ക്ക് CPM പാർട്ടിയാണ് നേതൃത്വം കൊടുത്തത്. അവരുടെ മുൻ ദേവസ്വം ബോർഡ് 2 പ്രസിഡന്റുമാർ ജയിലിനകത്താക്കിയിട്ട് അവർക്കെതിരായിട്ടൊരു നടപടിയെടുക്കാൻ CPM പാർട്ടിയെ പോലൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് കഴിയാതെ വന്നത് എന്തുകൊണ്ടാണ്? ഈ കേസിൽ അവർ മാത്രമല്ല കൊടുക്കുന്നത്. അല്ലെങ്കിൽ ആ ചേല എടുത്ത് വലിച്ചെറിഞ്ഞാൽ പോരെ? അഴുക്ക് പറ്റിയ, ചെളി പറ്റിയ ചേല വലിച്ചൂരി കളഞ്ഞ് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ശുദ്ധീകരിക്കാനുള്ള ഉത്തരവാദിത്വം ഇന്നത്തെ CPM നേതൃത്വത്തിന് എന്തുകൊണ്ടാണ് നഷ്ടപ്പെട്ടു പോകുന്നത്? എന്തുകൊണ്ടാണ് അവർക്ക് ആർജവമില്ലാത്തത്? അഴിമതി കാണിച്ച ഒരാൾ പാർട്ടിക്കകത്തുണ്ടെങ്കിൽ അയാളെ ഒറ്റപ്പെടുത്തുകയല്ലേ വേണ്ടത്? അയാളെ വലിച്ചെറിഞ്ഞ് കളയുകയല്ലേ വേണ്ടത്? ഒരു പാർട്ടി ഒന്നടങ്കം ഈ അഴിമതിയുടെ പ്രതിച്ഛായയിൽ കുടുങ്ങി കിടക്കണോ? അതിനെന്തുകൊണ്ടാണ് CPM പാർട്ടികൾ തീരുമാനമെടുക്കാൻ കഴിയാതെ പോകുന്നത്? ആ തീരുമാനമെടുക്കാൻ കഴിയാതെ പോകുന്നതിന്റെ കാരണം ഈ കൊള്ളയിൽ CPM-ൽ ഇനിയും പിടിക്കപ്പെടാത്ത, ഇനി പേര് കേൾക്കാത്ത പല ഉന്നതന്മാർക്കും പങ്കുണ്ട്. അവരെ പിടിക്കപ്പെട്ടവരെ തള്ളിപ്പറഞ്ഞാൽ അവർ തുറന്നു ചില കാര്യങ്ങൾ പറയും. അത് SIT-യോടാണെങ്കിലും പൊതുജന സമക്ഷത്തിലാണെങ്കിലും അവർ പറയും.
അവർ മാത്രം കുടുങ്ങിയാൽ അവർ ഉള്ളതെല്ലാം തുറന്നു പറയും. അങ്ങനെ ഉള്ളത് തുറന്നു പറഞ്ഞാൽ കേരളത്തിലെ CPM പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇരിക്കുന്ന വൻകിട നേതാക്കന്മാർ പലരും കുടുങ്ങും എന്നുള്ളത് കൊണ്ടാകണം. അതുകൊണ്ട് തന്നെയാണ് CPM പാർട്ടി ഇതുവരെ അവർക്കെതിരായി നടപടി സ്വീകരിക്കാൻ തയ്യാറാകുന്നത്. അപ്പൊ കടകംപള്ളിയുടെ ചോദ്യം ചെയ്യൽ കടകംപള്ളി അറസ്റ്റിലേക്ക് നയിക്കും എന്ന് ഊഹിക്കാൻ മാത്രമേ നമുക്ക് ഇപ്പൊ സാധിക്കുകയുള്ളൂ. ശ്രീ പഴകുളം മധു ഈ ഒരു ഘട്ടത്തിൽ പ്രതികരിച്ചതിന് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള നിർണായകമായ വിവരങ്ങളാണ് പുറത്തുവരുന്നത്. മുൻ ദേവസ്വം മന്ത്രിയായ കടകംപള്ളി സുരേന്ദ്രനെയും അതുപോലെ തന്നെ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന PS പ്രശാന്തിനെയും പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. വരും ദിവസങ്ങളിൽ കടകംപള്ളിയുടെ അറസ്റ്റ് അടക്കം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ പ്രതികരിച്ചിട്ടുള്ള പഴകുളം മധു പറഞ്ഞു വെച്ചിട്ടുള്ളത്. എന്നാൽ പോലും എന്തൊക്കെ വിവരങ്ങളാണ് കടകംപള്ളി അന്വേഷണ സംഘത്തിന് മുന്നാകെ നൽകിയിട്ടുള്ളത് എന്നുള്ളൊരു കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. തന്നെ ചോദ്യം ചെയ്തിരുന്നു എന്നുള്ളൊരു വിവരം ഇപ്പോൾ ഒറ്റവാക്കായി തന്നെ കടകംപള്ളി പറഞ്ഞിട്ടുണ്ട്. ശിവഗിരിയിൽ നടന്ന ഒരു പരിപാടിക്ക് പിന്നാലെ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ട്. തന്നെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരുന്നു എന്നുള്ളൊരു കാര്യം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ എന്തൊക്കെ കാര്യങ്ങളാണ് SITക്ക് മുൻപാകെ കടകംപള്ളി ബോധിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളൊരു കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. PS പ്രശാന്തിനെയും പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഈ ചോദ്യം ചെയ്യൽ നടന്നിട്ടുള്ളത്. CPMനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ വെട്ടിലാക്കുന്ന വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. നേരത്തെയൊക്കെ CPMന്റെ നേതാക്കളൊക്കെ പ്രതിപട്ടികയിലുണ്ടായിരുന്നു, അവരെയൊക്കെ ചോദ്യം ചെയ്തിരുന്നു, അറസ്റ്റിലാക്കപ്പെട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് കടകംപള്ളി സുരേന്ദ്രൻ, മുൻ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നത്. ഒരു മന്ത്രിയിലേക്കടക്കം ഈ അന്വേഷണം പോകുമ്പോൾ ഈ കേരളം കണ്ട ഏറ്റവും വലിയൊരു സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ അല്ലെങ്കിൽ ആ കേസ് കൂടുതൽ കുരുക്കുകളിലേക്ക് മുറുകുകയാണ്. കൂടുതൽ നേതാക്കളിലേക്ക് അന്വേഷണം പോകുമ്പോൾ അത് CPMനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ പ്രതിരോധത്തിലാകുന്ന ഘടകങ്ങളാണ്. അതുപോലെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട റിമാൻഡിൽ കഴിയുന്ന പത്മകുമാറിൻ്റെയും ഗോവർദ്ധൻ്റെയും ജാമ്യാപേക്ഷയും കോടതി തള്ളിയിട്ടുണ്ട്. 40 ദിവസമായി ജയിലിൽ കഴിയുന്നു എന്നാണ് പത്മകുമാർ കോടതിയെ അറിയിച്ചത്. എന്നാലും ഒരു പരിധിക്കപ്പുറം ഈ അന്വേഷണം മുന്നോട്ട് പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹൈക്കോടതി ഈ ജാമ്യാപേക്ഷ തള്ളിയിട്ടുള്ളത്. എന്തായാലും നിർണായകമായ വിവരങ്ങളാണ് ഓരോ മണിക്കൂറിലും ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. മുൻ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തതിന് പിന്നാലെ കൂടുതൽ മന്ത്രിമാർക്ക് ഇതിൽ പങ്കുണ്ടെന്നും അതുപോലെ തന്നെ കൂടുതൽ നേതാക്കൾ CPM നേതാക്കളെ ചോദ്യം ചെയ്തേക്കുമെന്നും പ്രതിപക്ഷം അടക്കം ഇപ്പോഴും ഉന്നയിക്കുകയാണ്. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.